ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ജേണി ഓഫ് സുനിതയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ മുറ്റവും ചെടിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ടാണ് നമുക്ക് വൃത്തിയാക്കാനുള്ളത്. എല്ലാ വർഷവും ഇത് നമ്മൾ ചെയ്യാറുള്ളതാണ്. കാരണം മഴയൊക്കെ അങ്ങോട്ട് പെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ശരിക്ക് ഓരോ ചെടികളൊക്കെ ഇങ്ങനെ കിളിച്ച് കയറി വരും. അതിലാവശ്യമില്ലാത്ത ചെടികളും ഉണ്ട്. ഇത് നിർത്തിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങ് ഭയങ്കര പാട്. ഇവിടെ ഭയങ്കരമായിട്ട് കാടാവും. മാത്രമല്ല നമുക്കിവിടെ ചെടി നടാനൊരു പ്ലാനോടുണ്ട്. ഇത് ചിറ്റമൃതാന്ന് പറഞ്ഞ് കൊണ്ട് നട്ടതായിരുന്നു ഗൈസ്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ചിറ്റമൃതല്ല, ചിത്തരത്തെന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഔഷധച്ചെടിയാണെന്ന്. കണ്ടില്ലേ, ഇതിനിടയ്ക്ക് കുറേ ഇലയൊക്കെ വീണ് കിടപ്പുണ്ട്. നമുക്ക് ഡെയിലി ഇത് അടിച്ചു വരാനുള്ള സാവകാശമൊന്നും കിട്ടാറില്ല. പിന്നെ കുറേ കാന്താരി, കിഴക്ക, ചേമ്പ് അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ കിടപ്പുണ്ട്. അതെല്ലാം നമുക്ക് മാറ്റണം. പിന്നെ ഈ സൈഡൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനല്ല, അമ്മയാണ് കൂടുതലത് ചെയ്തത്. അവിടെ മണ്ണൊക്കെ കൊണ്ടിട്ട് അവിടെ നിന്ന് ചെടിയൊക്കെ അങ്ങ് ചാഞ്ഞ് വീഴുമായിരുന്നു. അപ്പോൾ കുറച്ച് മണ്ണൊക്കെ കൊണ്ടിട്ട് കട്ടയൊക്കെ വെച്ച് സെറ്റാക്കി നിർത്തിയിരിക്കുവാണ്. പിന്നെ ഈ ഒരു സൈഡ് അവിടെ നമ്മൾ കട്ടയൊക്കെ വെച്ച് റെഡിയാക്കി നിർത്തിയിരുന്നതാണ്. പക്ഷേ അവിടെ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് മൊത്തം അങ്ങ് കുളമായി. അവിടെ ഒത്തിരി പോച്ചയൊക്കെ കയറി വരുന്നുണ്ട്. അത് നമുക്ക് വൃത്തിയാക്കണം. പിന്നെ ഈ ഭാഗത്ത് കുറേ ചെടി ഉണങ്ങി കിടപ്പുണ്ട്. പിന്നെ ചില ചെടികളൊക്കെ വളർന്ന് അതിൻ്റെ ശാഖകളൊക്കെ അടുത്ത് നിൽക്കുന്ന ചെടിയുടെയൊക്കെ മണ്ടയ്ക്കോട്ട് വീണ് കിടക്കുക. അപ്പോൾ അത് ബാക്കി നിൽക്കുന്ന ചെടികളെ ഇത് ദോഷമായിട്ട് ബാധിക്കും. അതങ്ങ് ഭയങ്കര ഒരു കാട് പോലാണ്. മാത്രമല്ല ഈ പാമ്പൊക്കെ ഇറങ്ങുന്ന മാസമല്ലേ, അപ്പോൾ നമ്മളിവിടെയൊക്കെ വൃത്തിയാക്കി ഇട്ടില്ലെങ്കിൽ അതും വലിയ പ്രശ്നമാണ്. തണുപ്പൊക്കെ പറ്റി ഓരോന്നൊക്കെ കയറിയിരിക്കും. പിന്നെ ആദ്യം നമ്മൾ ചിത്തരത്തിൻ്റെ ഇലയൊക്കെ വെട്ടിക്കളയാണ്. അത് അതിൻ്റെ കിഴങ്ങൊന്നും എടുത്ത് കളയുന്നില്ല. അതിൻ്റെ കിഴങ്ങിട്ട് വെള്ളം തിളപ്പിച്ച് വാതത്തിനൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണെന്ന് തോന്നുന്നു. ചിറ്റമൃതാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ കിഴങ്ങ് ഞാൻ നാട്ടിൽ ഒരുപാട് പേർക്ക് നടാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ നട്ട് കിളിപ്പിക്കുകയും ചെയ്തായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇലയ്ക്ക് നല്ല മണമാണ് കേട്ടോ. ചിത്തരത്ത് ഔഷധ ഗുണമുള്ളതല്ലേ, അപ്പം അതായിരിക്കും. വീഡിയോയിൽ അത് കുറച്ചുള്ളതായിട്ടേ തോന്നുന്നുള്ളതെങ്കിലും നല്ല ബുഷിയായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. നല്ല പാടായിരുന്നു അത് കട്ട് ചെയ്ത് മാറ്റാൻ. ഒത്തിരി ഉണ്ടായിരുന്നു. ഞാനായി എടുത്തെറിഞ്ഞത് തൊട്ടപ്പുറത്തൊരു കവുങ്ങ് നിൽപ്പുണ്ട്. അതിൽ നിന്ന് കടന്നു വീണ് അവിടെ കിടന്നതാട്ടോ. പച്ചപ്പാക്കായിരുന്നു. അതെടുത്ത് മുറ്റത്തോട്ട് ഇട്ടതാ. വെയിലൊക്കെ കൂടുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമില്ലാത്ത ചെടികളൊക്കെ പറിച്ച് കളഞ്ഞ് അവിടെ വൃത്തിയാക്കുക എന്നുള്ളതൊരു ടാസ്ക്കാണ്. കാരണം നല്ല വെയിലാണ്, അവിടെ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. വെട്ടുന്നത് നന്ദ്യാർവട്ടമാണ്, നിറയെ പൂക്കുന്നതാ. പക്ഷേ വെട്ടിക്കളഞ്ഞാലും അത് നല്ല രീതിയിൽ പൊട്ടിക്കിളിച്ച് കയറി വന്നോളും. ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് ശരിക്കും പൂ പിടിക്കും. ഈ വെട്ടിക്കളയുന്നതിൽ കൂടുതലും ഞാൻ നട്ട ചെടികളൊക്കെ തന്നെയാണ് കേട്ടോ. ഞാനവിടെ കൊണ്ടുവന്ന് നട്ടപ്പോഴേ അമ്മേനോട് പറഞ്ഞതാണ് എല്ലാം കൂടെ അവിടെ കൊണ്ട് നട്ട് വെറുതെ അവിടെ കാടാക്കണ്ടെന്നൊക്കെ. നമ്മളായിട്ട് പിടിച്ച വള്ളി നമ്മളായിട്ട് തന്നെ അഴിക്കാന്ന് പറയില്ലേ, അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, മീഷോയിൽ നിന്ന് ഞാനൊരു സാരി ഓർഡർ ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈനിൽ നിന്നൊക്കെ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത്. വലിയ കുഴപ്പമില്ല, നല്ലതാണെന്ന് തോന്നുന്നു. ചെയ്യുമ്പോൾ എല്ലാം ചെയ്യണമല്ലോ. ചെടിയിൽ കുറേ ഇല ഉണങ്ങി നിൽക്കുന്നു. എന്നാൽ പിന്നെ അതുകൂടെ അങ്ങ് പറിച്ച് കളയാമെന്ന് കരുതി. അതായിട്ട് കുറയ്ക്കണ്ടല്ലോ. ദാ ഈ ചെടി കണ്ടോ, ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ പൂവിനെക്കാട്ടി എനിക്കിഷ്ടപ്പെട്ടത് ആ ചെടിയുടെ ഇല വെച്ച് നമ്മളൊന്ന് ഞെരടുമ്പോൾ നല്ലൊരു മണമുണ്ട്. നല്ല രസമാണത്. ഇതിനിടയ്ക്ക് അമ്മ വന്ന് എന്നെ ചോറുണ്ണാൻ വിളിച്ചു. നല്ല അടിപൊളി മാങ്ങാക്കറി, കോവയ്ക്ക മെഴുക്കുവരട്ടി, മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി ഞാനിതും കഴിച്ചു. എന്തായാലും നമ്മൾ ജോലി ചെയ്യുമല്ലേ. അതിനുശേഷം ഞാൻ മുറ്റത്തോട്ട് നോക്കിയപ്പോൾ നല്ല അടിപൊളി വെയിൽ. ഇനി നമുക്ക് അവിടെ നിൽക്കാനും പറ്റില്ല, വീടിനുള്ളിൽ പോലും ഇരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ്. എന്നാൽ പിന്നെ കുറച്ച് സമയം വിശ്രമിക്കാമെന്ന് ഞാനും അങ്ങ് കരുതി. വിശ്രമമൊന്നുമില്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ എന്ന് ഞാനും കരുതി. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ഭാഗം വൃത്തിയാക്കാനായിട്ടിരുന്നത്. ആദ്യം ആ കട്ടയൊക്കെ ഒന്ന് പെറുക്കി മാറ്റി. അതിനുശേഷം അവിടെ കുറേ ഇലകളൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു, അത് പെറുക്കി. അവിടെ കുറേ പോച്ച കിളിച്ച് വരുന്നുണ്ടായിരുന്നു. കാരണം എപ്പോഴും അവിടെ വെള്ളം വീഴുന്ന സ്ഥലമാണ്. ഞാൻ എപ്പോഴും അവിടെ വെള്ളം ഒഴിക്കാറുണ്ട് അവിടെ നിൽക്കുന്ന ചെടികൾക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. ചെടിച്ചട്ടിയിൽ നടേണ്ടതും എപ്പോഴും വെള്ളം ആവശ്യമായിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ചെടികൾ അവിടെ നിൽപ്പുണ്ട്. തൽക്കാലം നമ്മളുടെ കയ്യിൽ ചെടിച്ചട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് പെയിൻറ്റ് പാട്ടയും പഴയ പാത്രങ്ങളും ഒക്കെ വെച്ചിട്ട് അതിനകത്താണ് നമ്മൾ ആ ചെടി നട്ടേക്കുന്നത്. ഇനി നമുക്ക് ചെടിച്ചട്ടിയൊക്കെ വാങ്ങിയിട്ട് അതൊന്ന് റീപ്ലാന്റ് ചെയ്യണം. ആ ഭാഗവും നമ്മൾ സെറ്റാക്കി കട്ടയൊക്കെ പറക്കി വെക്കുകയാണ്. അവിടെ ഇനി റെഡിയാക്കിയിട്ടുണ്ട്. മഴ പെയ്യുമ്പം ശരിക്കും അവിടെ വെള്ളം വീഴും. അപ്പം അങ്ങനെ അവിടെ പോച്ച കയറുന്നതാണ്. എന്തായാലും നമ്മൾ അവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ജമന്തി ചെടി ഇവിടെ പൂവായി വരുന്നുണ്ട്. നമ്മളിവിടെ ഇതിന് ജമന്തി എന്നല്ല പറയുന്നത്, ബന്ദി എന്നാണ്. എന്തായാലും എല്ലാവരും കൂടെ ഒരുമിച്ച് പൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും.
ഇനി നമുക്കിതൊക്കെ ഒന്ന് അടിച്ചു വാരണം. ഞാനിത് വൈകിട്ടാണ് അടിച്ചു വാരുന്നത്. മുറ്റത്ത് അത്രയ്ക്ക് ഭയങ്കര വെയിലായിരുന്നു. നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയ അടുപ്പാണ് ആ സൈഡിൽ കാണുന്നത്. ഇതിനിടയ്ക്ക് എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പഠിപ്പിച്ചിട്ട് എഴുതാനും പഠിക്കാനും ഒക്കെയുള്ള വർക്ക് കൊടുത്തിട്ടാണ് ഞാൻ അതിന് ഇടയ്ക്കൂടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ തറയിൽ 10 മണിച്ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടുന്ന് ചൂലിട്ട് ഇങ്ങോട്ട് തൂത്തുകൊണ്ട് വരാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും സമയമെടുത്ത് അവിടെ തൂക്കുന്നത്. ഇനി ആ ഭാഗത്തും കുറേ ചെടികൾ വളർന്ന് നിൽപ്പുണ്ട്. 10 മണിയൊക്കെ നിൽപ്പുണ്ട്. അതേപോലെ അതിൻ്റെ ബാക്കിലായിട്ട് കുറേ കണ്ണാടി ചെടികൾ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് വലിച്ചു പിഴുത് കളയണം. ഇനി അത് കിളിക്കത്തില്ലെന്ന് ഉറപ്പാണ്. ഇനി മഴക്കാലം ആകുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ചെടി അവിടെ വെച്ച് പിടിപ്പിക്കണം, അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ നടുവോ എന്തെങ്കിലും ചെയ്യണം. എനിക്ക് ഈ മുറ്റം തൂക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ജോലിയാണ്. അതിനെക്കാട്ടി ഇഷ്ടമാണ് അതിങ്ങനെ ഇത്രയും സ്പീഡിൽ ഇട്ട് വീഡിയോയിൽ കാണുന്നത്. അതിപ്പം ഞാൻ തൂക്കുന്ന വീഡിയോ ആയാലും വേറെ ആൾ തൂക്കുന്ന വീഡിയോ ആയാലും ഇങ്ങനെ സ്പീഡിൽ തൂക്കുന്നത് കാണുമ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. കാരണം നമ്മൾ മുറ്റം തൂക്കുമ്പോൾ നല്ല പാടാണ്. യഥാർത്ഥത്തിൽ ഇത്രയും വേഗത്തിലൊക്കെ തൂക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തൊരു ആശ്വാസമായിരുന്നല്ലേ. ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ തൂത്തതും. അതേപോലെ ഈ ആവശ്യമില്ലാത്ത ചെടികൾ വെട്ടിയതിൻ്റെ കൊമ്പും എല്ലാം കൂടി ഇത്രയും ഉണ്ടായിരുന്നു. ഇനി നമുക്കിത് വാരി കത്തിക്കുന്നിടത്ത് കൊണ്ടിടണം. 2 ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് നല്ലപോലെ ഉണങ്ങും. അതിനുശേഷം നമുക്കിത് കത്തിച്ച് കളയാം. കത്തിച്ച് കളയുമല്ല, നമ്മൾ അതിൻ്റെ ചാമ്പലെടുക്കും. എന്നിട്ട് വീണ്ടും ടെറസ് ഫാമിങ്ങിനൊക്കെ നമ്മൾ ആ ചാമ്പലാണ് എടുക്കുന്നത്. നമ്മുടെ മുറ്റം വൃത്തിയാക്കിയതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു വൃത്തിയും മെനയൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ഈ സൈഡൊക്കെ മൊത്തത്തിൽ കാടൊക്കെ കയറി ഇരിക്കുമായിരുന്നു. നമ്മൾ രാത്രിയിൽ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ വരുവാണെങ്കിൽ അറിയാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് ഒരു ഡേഞ്ചറും കൂടെ ആയിരുന്നു. ആയിരിക്കുന്ന ചെടി ഇനി ഇപ്പുറത്തോട്ടൊന്ന് മാറ്റി വെക്കണം. കാരണം അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ചെടി നിൽപ്പുണ്ട്. അതിന് സൂര്യപ്രകാശമൊന്നും വേണ്ടത്ര രീതിയിൽ കിട്ടുന്നില്ല. അത് ഈ ചെടി അവിടെ നിൽക്കുന്നതുകൊണ്ടാണ്. ഇപ്പം സെറ്റായി. അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റം വൃത്തിയാക്കിയതിന് ശേഷമുള്ള ഒരു ഫൈനൽ ലുക്ക്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.